മെയിൻ പവലിയനിൽ ഉദ്ഘാടനത്തിന് DK ശിവകുമാർ എത്തിയതിന്റെ നമ്മുടെ കർണാടക CM എത്തി. അതെ, DK ശിവകുമാർ എത്തിയിട്ടുണ്ട്. മറ്റ് മന്ത്രിമാർ PC വിശ്വനാഥ് ഒക്കെ നേരത്തെ എത്തി തന്നെ ഇടം പിടിച്ചിട്ടുള്ളതാണ്. DK പ്രധാന ആകർഷണമാണ് അല്ലേ? ആ ചുണ്ടൻ വള്ളങ്ങൾ ഇറങ്ങാനുള്ള കാത്തിരിപ്പിലാണ്. ഇത്തവണ എന്തും സംഭവിക്കാം. ഒരു 10 വള്ളങ്ങളെങ്കിലും ഒന്നാം സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടുള്ള വരവാണ്. കഴിഞ്ഞ ഒരു 45 ദിവസമായിട്ട് അവരുടെ ഒരു തയ്യാറെടുപ്പാണ്. അവരുടെ മെയ്ക്കരുത്തും മനക്കരുത്തും ഒക്കെ വർദ്ധിപ്പിച്ച കളത്തിലേക്ക് ഇറങ്ങാനുള്ള ആവേശം പെരുമഴ പൊട്ടാനുള്ള ഒരു അവസാന പോയിന്റാണ്. ഈ DK ശിവകുമാറിന് വള്ളംകളി വലിയ ആവേശമായിരിക്കില്ലേ? കർണാടകയിൽ വള്ളംകളി ഇല്ലല്ലോ. കർണാടകയിൽ വള്ളംകളി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് വന്നത് അല്ലേ? അപ്പോ ചേട്ടാ ഒരു ചുരുങ്ങിയ സമയം കൂടി കാത്തിരുന്നാൽ ഇത് തീജ്വാല പറക്കും. കുഞ്ഞമടക്കായിൽ തീ പിടിക്കും. ചേട്ടൻ ഏത് വള്ളത്തിനെ സ്നേഹിക്കുന്നു? വള്ളംകളി സ്നേഹിക്കുന്നു. എല്ലാ തവണയും വരാറുണ്ടോ? മാന്നാട് ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴക്കാരുടെ ഇടനെഞ്ചിലാണ് വള്ളവും വെള്ളവും വള്ളംകളി അല്ലേ? കറക്റ്റാണ്. ഓരോ നിമിഷവും ഒന്നിനെ കാത്തിരിക്കും. ഇത്തവണ ഏത് ടീം കപ്പടിക്കുന്ന ഒരു ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പറയൂ, എവിടെ നിന്നാ? പൊന്നാനിയിൽ നിന്ന് നമ്മുടെ ഒരു ബോട്ട് ഉണ്ടല്ലേ? PBC പൊന്നാനി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി മാത്രമല്ല അന്ന് PBC പൊന്നാനി ബോട്ട് ക്ലബ്ബ്. അതേപോലെ നടുഭാഗത്തിൽ നമ്മൾ അനിയന്മാരുണ്ട്, നാട്ടകത്തിലുണ്ട്, മലപ്പുറത്ത് ഒരുപാട് ആൾക്കാർ. അതേപോലെ ഇതിലുണ്ട്, എന്താ പറയാ, പള്ളാത്തുരുത്തിയിലുണ്ട്, ആറമ്മിലുണ്ട്. എല്ലാ വള്ളത്തിൽ 9 വള്ളത്തിൽ നമ്മൾ പ്ലേസ്. നമ്മുടെ ആൾക്കാരെല്ലാം